തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർത്താനായതിന്റെ ആവേശത്തിൽ കേരളത്തിൽ തന്ത്രം മാറ്റാനൊരുങ്ങി ബി.ജെ.പി. CPM കേന്ദ്രങ്ങളിലെയും രക്തസാക്ഷി ഗ്രാമങ്ങളിലെയും വോട്ടിംഗ് ഘടന പഠിച്ച് മുന്നേറാനാണ് ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല പാർട്ടി കേന്ദ്രങ്ങളിലും വോട്ടുകൾ കുത്തനെ ഉയർത്താൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തവണ ബി.ജെ.പിയിലേക്ക് വോട്ടൊഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ധർമ്മടം, തളിപ്പറമ്പ്, അഴീക്കോട്, മട്ടന്നൂർ തുടങ്ങി CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബി.ജെ.പി വോട്ട് വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ 8047 വോട്ടുകൾ അധികമായി നേടാനായി. മറ്റൊരു പാർട്ടി കേന്ദ്രമായ മട്ടന്നൂരിൽ 7547, അഴീക്കോട് മണ്ഡലത്തിൽ 8104 എന്നിങ്ങനെയാണ് വോട്ട് വർദ്ധിപ്പിച്ചത്. ഇവിടങ്ങളിലെല്ലാം CPM വോട്ടൊഴുകിയെന്ന് തന്നെയാണ് ബി.ജെ.പി വിലയിരുത്തൽ. ബി.ജെ.പി ഇത്തവണ ഞെട്ടിച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലം ആലപ്പുഴയായിരുന്നു. 2019-ലെ 17.24% നിന്ന് വോട്ട് വിഹിതം 28.3 ഉയർത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുന്നപ്ര, വടക്കടക്കമുള്ള 12 പഞ്ചായത്തുകളിൽ LDF-ന് മുന്നിലെത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. ഈ പഞ്ചായത്തുകൾ തന്നെയാണ് ബി.ജെ.പി സാമ്പിൾ പഠനത്തിന് എടുത്തിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മുതിർന്ന നേതാവ് P.K. കൃഷ്ണദാസിനാണ് ചുമതല. ആദ്യഘട്ടത്തിൽ CPM കേന്ദ്രങ്ങളിലും രക്തസാക്ഷി ഗ്രാമങ്ങൾ, ബൂത്ത്, പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം എന്നീ ക്രമത്തിൽ ലഭിച്ച വോട്ടുകളുടെ താരതമ്യ പഠനമാണ് നടത്തുക. CPM-കാരുടെ ബി.ജെ.പി വിരുദ്ധ മനസ്സിന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ വോട്ട് വർധനയിൽ ബി.ജെ.പി വിലയിരുത്തൽ. ആഞ്ഞു പരിശ്രമിച്ചാൽ പാർട്ടിക്ക് വോട്ടുകൾ കുത്തനെ ഉയർത്താനാകുമെന്നാണ് വിലയിരുത്തുന്നത്. ബി.ജെ.പിക്ക് അംഗത്വം പോലും ഇല്ലാത്ത ബൂത്തുകളിൽ പോലും വോട്ട് നേടിയതെന്ന് കേരളത്തിലെ അനുകൂല സാഹചര്യമാണ് ബി.ജെ.പി കരുതുന്നത്. ബി.ജെ.പിക്ക് വോട്ട് ചെയ്തവരെ കണ്ടെത്തി പാർട്ടി അംഗത്വം നൽകാനുള്ള ശ്രമങ്ങളും നേതൃത്വം നടത്തും. പഠനം സംബന്ധിച്ച റിപ്പോർട്ട് വൈകാതെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ നേതൃത്വത്തിനും കൈമാറും. അതിനിടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു ഗുണ്ടാ നേതാവിനെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ CPM-ലേക്ക് സ്വീകരിച്ചതടക്കം വിവാദങ്ങളിൽ പുകയുകയാണ് CPM. ഇതിനെതിരായ വിമർശനങ്ങളെ പരിഹസിച്ച് തള്ളുന്നതും ഈ പാർട്ടിയുടെ വിശ്വാസ്യത വെറും തട്ടിപ്പാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ്. ഗുണ്ടാ നേതാവിന് പാർട്ടിയിലേക്ക് ചുവപ്പ് പരവതാനി വിരിച്ചത് വിവാദമായതോടെ ഇയാൾ കാപ്പ കേസിൽ പ്രതിയല്ലെന്നും പൊതുപ്രവർത്തനത്തിനിടെ കേസുകൾ സർവ്വസാധാരണമാണെന്നും CPM ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചത് ജനങ്ങൾ അമ്പരപ്പോടെയാണ് കേട്ടത്. എന്നാൽ പാർട്ടിയിലെത്തിയിരിക്കുന്ന ഇയാൾ കാപ്പ കേസിൽ പ്രതിയാണെന്നും കേസ് നിലവിലുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്.